സൂഇലും ഫഹ്ഷായിലും കടുത്ത പാപങ്ങളുണ്ട്, കനത്ത തെറ്റുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് ഈ സൂഉം ഫഹ്ഷാവും തമ്മിലുള്ള വ്യത്യാസം? ഇന്നമാ യഅ്മുറുകും ബിസ്സൂഇ വൽ ഫഹ്ഷാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? തഫ്സീറുകളിൽ ആ ഒരു വിഷയം നമുക്ക് വായിക്കുവാൻ സാധിക്കും. ചിലർ പറഞ്ഞത് അസ്സൂഉ ഹുവ കുല്ലു ദംബിൻ ലാ ഹദ്ദ ഫീഹ്, സൂ എന്നാൽ ഹദ് ഇല്ലാത്ത തെറ്റുകളെല്ലാമാണ്. വൽ ഫഹ്ഷാഉ ഹിയ കുല്ലു ദംബിൻ ഫീഹി ഹദ് വഫീഹി ഉഖൂബ, ഹദ്ദുകളുള്ള എല്ലാ തെറ്റുകളും ഫഹ്ഷ ആണ്, ശിക്ഷ വിധിക്കപ്പെടുന്ന എല്ലാ തെറ്റുകളും ഫഹ്ഷ ആണ്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? ഹദ്ദുള്ളതെല്ലാം ഫഹ്ഷാവും ഹദ് ഇല്ലാത്തതെല്ലാം സൂഉം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദാഹരണം, ഇപ്പം ഹദ്ദില്ലാത്ത ദംബ് കുറ്റങ്ങൾ, അതിന് പണ്ഡിതന്മാർ പറയാറുള്ളത് ഗീബത്ത് പരദൂഷണം പറയൽ, നമീമത്ത് ഏഷണി പറയൽ, അതേപോലെ കെദിബ് കളവ് പറയൽ, ഖൗലുസ്സൂർ കള്ളസാക്ഷ്യം നിർവഹിക്കൽ, ഇതൊക്കെ കടുത്ത കുറ്റങ്ങളാണ് ഇസ്ലാമിൽ. പക്ഷെ ഇതിനൊന്നും ഹദ് പറയപ്പെട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ശിക്ഷാവിധികൾ ഉണ്ടല്ലോ. വ്യഭിചരിച്ചവർ, അവിവാഹിതനാണ് എങ്കിൽ 100 അടിയും നാടുകടത്തലും, വിവാഹിതനാണ് വ്യഭിചരിച്ചത് എങ്കിൽ എറിഞ്ഞുകൊല്ലൽ ശിക്ഷ, വ്യഭിചാരാരോപണം നടത്തിയാൽ 80 അടി ശിക്ഷ. ഇതൊക്കെയാണ് ഹദ്ദുകൾ. ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളുണ്ട്, അതൊക്കെയാണ് ഫഹ്ഷ. എന്നാൽ ഇതുപോലെ ശിക്ഷാവിധിയുള്ള തെറ്റുകളല്ല ഗീബത്തും നമീമത്തും. പറയുമ്പോൾ അത് കൊടിയ തെറ്റുകളാണ്, വലിയ തെറ്റുകളാണ്. ജാബിർ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർതഫഅത് റീഹു ജീഫത്തിൻ മുൻതിന, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഒരു ദുർഗന്ധം വമിക്കുന്ന ഒരു ജീഫത്തിന്റെ ശവത്തിന്റെ ഗന്ധം ഉയർന്നു വന്നു. അപ്പോൾ ആ ഗന്ധം മൂക്കിൽ തുളച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെയുള്ള സഹാബത്തിനോട് ചോദിച്ചു, അതദ്റൂന മാ ഹാദിഹി റീഹ്, ഈ ദുർഗന്ധം അതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഹാദിഹി റീഹുൽ ലദീന യഗ്താബൂനൽ മുഅ്മിനീൻ, വിശ്വാസികളെ പരദൂഷണം പറയുന്നവരുടെ ദുർഗന്ധമാണിത് എന്ന് പറഞ്ഞു. ഒരിക്കൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ സഫിയ റളിയല്ലാഹു തആലയെ കുറിച്ച് അവർ ഉയരം കുറഞ്ഞ സ്ത്രീയാണെന്ന് ആംഗ്യഭാഷയിൽ സംസാരിച്ചു. കൈകൊണ്ടിങ്ങനെ അവർ ഷോർട്ടാണ് എന്നുള്ളത് ആംഗ്യഭാഷയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹസ്ബുക്കി മിൻ സഫിയ എന്ന് പറഞ്ഞിട്ട് അവരെ ഇകഴ്ത്തും വിധം സംസാരിച്ചത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹ്രി ലമസജതുഹു എന്നാണ്. നിങ്ങൾ പറഞ്ഞ ഈ വചനം സമുദ്രജലത്തിൽ കലർത്തിയാൽ ചേർത്താൽ ആ സമുദ്രജലത്തെ മാറ്റം വരുത്താൻ യോഗ്യമാണെന്നാണ് പറഞ്ഞത്. സമുദ്രജലം എത്രയാണ്? ആ സമുദ്രജലത്തെ മുഴുവൻ മാറ്റം വരുത്താൻ ഈ പരദൂഷണവാക്യം മതിയാകും എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ? മിഅ്റാജിന്റെ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഭാഗം ആളുകൾക്ക് ചെമ്പിനാലുള്ള നഖങ്ങൾ കണ്ടു. യഹ്മുഷൂന വുജൂഹഹും വസുദൂറഹും, അവരവരുടെ മുഖങ്ങളും നെഞ്ചുകളും അതുകൊണ്ട് മാന്തി പിളർക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ആരാണ് ആ കൂട്ടർ? ജനങ്ങളുടെ മാംസം തിന്നുന്നവർ, അവരുടെ അഭിമാനങ്ങൾ പിച്ചി ചീന്തുന്നവർ എന്നാണ് പറഞ്ഞത്. പരദൂഷണം പറയുന്നവർ എന്ന അർത്ഥത്തിൽ. ഞാൻ പറഞ്ഞത് സു എന്നാൽ ഹദ്ദില്ലാത്ത ദമ്പുകളൊക്കെയാണ്. പരദൂഷണം പോലെ ഉദാഹരണം, ഹദ്ദില്ല എന്ന് വിചാരിച്ച് അതിൻ്റെ ഗൗരവത്തിന് കുറവൊന്നുമില്ല. ദുനിയാവിൽ ഇസ്ലാമിക ശിക്ഷാ കോടതി ഉണ്ട് എങ്കിൽ അതിനൊരു നിർണിത ശിക്ഷ പറയപ്പെട്ടിട്ടില്ല എന്നേ ഉള്ളൂ. എന്നാൽ ഫഹ്ഷ അതിനെ ശിക്ഷാ കോടതി നിലവിലുണ്ട് എങ്കിൽ ശിക്ഷയുണ്ട്. ശിക്ഷാ കോടതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് പശ്ചാത്തപിക്കുകയും തൗബ ചെയ്യുകയും നിലപാട് നന്നാക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ, എന്നാൽ ഒരാൾ തെറ്റു വന്നുപോയി, ശിക്ഷാ കോടതി ശിക്ഷ വിധിക്കും വിധം കൊടിയ തെറ്റാണ്, പക്ഷേ ശിഷ്ടജീവിതം നന്നായി പശ്ചാത്തപിച്ച് മനസ്താപമുള്ളവനായി വരികയായാൽ ശിക്ഷാ കോടതിയിൽ മാപ്പു ലഭിക്കും. ഒരു മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ഇശ നിസ്കാരത്തിന് പുറപ്പെട്ട ഒരു ചരിത്രമുണ്ട്. ഒരു വ്യക്തി അവരുടെ പിന്നാലെ കൂടി വഴി വെച്ച് ആ മഹദിയെ അപഹരിച്ചു, ബലാത്സംഗത്തിന് വിധേയമാക്കി. അവർ ആർത്ത് നിലവിളിച്ചു. അപ്പോൾ ആ വഴിയെ പോയ ഒരു വ്യക്തി, ഈ കടന്നു പിടിച്ചയാൾ ഇവർ ഒച്ച വിളിച്ചതോടുകൂടി അവിടം വിട്ടു. പക്ഷെ ആ വഴിയെ മറ്റൊരു വ്യക്തി വരുന്നുണ്ടായിരുന്നു. തന്നെ കടന്നു പിടിച്ച വ്യക്തി അയാളാണെന്ന് വിചാരിച്ച് ഈ സ്ത്രീ മുഹാജിറുകൾപ്പെട്ട ഒരു വിഭാഗം ആളുകളോട്, അയാൾ എന്നെ കടന്നു പിടിച്ചിരിക്കുന്നു, എന്നോട് തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കേഴുകയുണ്ടായി. അതോടുകൂടി മുഹാജിറുകൾ ചെന്ന് ആ വ്യക്തിയെ പിടികൂടി ഈ സ്ത്രീയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. സ്ത്രീ പറഞ്ഞു, ഇയാളാണ് എന്നെ അപഹരിച്ചത് എന്ന്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അയാളെ കൊണ്ടുവന്നു. ആളുകളോട് ഒക്കെ അതോടുകൂടി അവിടെ തടിച്ചുകൂടി. ആ വ്യക്തിയെ ശിക്ഷിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുകയുണ്ടായി. ഈ സമയം ഇയാളെ ശിക്ഷിക്കുവാൻ എല്ലാവരും തയ്യാറായി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇയാൾ നിരപരാധിയാണ്. കുറ്റം ചെയ്ത വ്യക്തി ഈ കൂട്ടത്തിലുണ്ട്. താൻ കാരണത്താൽ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പോവുകയാണെന്ന് അയാൾ അറിഞ്ഞപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്ന് അയാൾ മുന്നിലേക്ക് വന്ന്, യാ റസൂലല്ലാഹ് അന സാഹിബുഹ, തിരുദൂതരെ ഞാനാണ് അവളെ അപഹരിച്ചത് പ്രാപിച്ചത് എന്ന് ഏറ്റു പറയുകയുണ്ടായി. ആ വ്യക്തി തിരുസവിധത്തിലേക്ക് ജനസമക്ഷം വന്ന് തൻ്റെ തെറ്റ് സമ്മതിക്കുകയും ഏറ്റുപറയുകയും ചെയ്തപ്പോൾ ഈ തെറ്റിന് വിധേയയായ സ്ത്രീയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ഹബി ഫഖദ് ഗഫറല്ലാഹു ലക്കി, നിങ്ങൾ പോയിക്കോളൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല
തീർച്ചയായും നിങ്ങൾക്ക് പുറത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ നിരപരാധിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മാന്യമായി സംസാരിച്ച് ആശ്വസിപ്പിച്ച് അയാളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിടുകയുണ്ടായി എന്നാണ്. ജനസമക്ഷം കുറ്റം ഏറ്റെടുത്ത് മുന്നോട്ട് വന്ന ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലഖദ് താബ തൗബതൻ ലൗ താബഹ അഹ്ലുൽ മദീനത്തി ലഖുബില മിൻഹും. അയാൾ പശ്ചാത്തപിച്ചിരിക്കുന്നു. ആ പശ്ചാത്താപം മദീനക്കാർ മുഴുവൻ നിർവഹിച്ചിരുന്നുവെങ്കിൽ അവരിൽ നിന്നെല്ലാം അവരുടെ തൗബ സ്വീകരിക്കപ്പെടുമായിരുന്നു എന്നാണ്. സഹാബികൾ ചോദിക്കുന്നുണ്ട്, യാ നബിയല്ലാഹ് അലാ തർജുമുഹു, തിരുദൂതരെ ഈ വ്യക്തിയെ താങ്കൾ എറിഞ്ഞുകൊല്ലുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്രകാരം പറഞ്ഞത്. ഞാൻ ഈ വിഷയം ഇവിടെ പറഞ്ഞത്, ഫാഹിഷത്ത് എന്നാൽ ഹദ്ദുള്ള കുറ്റങ്ങൾക്കാണ് പറയുക. ഹദ് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാമിക ശിക്ഷാ കോടതി നിലവിലുണ്ട് എങ്കിൽ നൽകുന്ന ശിക്ഷാവിധി. അതെന്താ? ഇപ്പൊ ഇവിടെ ഈ കേസിൽ വ്യഭിചാരമാണ്, അതിനുള്ള ശിക്ഷ എറിഞ്ഞുകൊല്ലൽ ശിക്ഷയാണ്. അപ്പോൾ വ്യഭിചാരം ഫാഹിഷത്താണ്. പക്ഷെ ഒരാൾ സ്വയമേവ നന്നായി പശ്ചാത്തപിച്ച് മനസ്താപമുള്ളവനായി ശിക്ഷാ കോടതിക്ക് മുമ്പിൽ വന്നാൽ ശിക്ഷാ കോടതിക്ക് അയാളെ ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ അവസരമുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ചരിത്രത്തെ ഇവിടെ ഉദ്ധരിച്ചത്. ഹദ്ദുള്ള കുറ്റമെന്തി എന്ന് മനസ്സിലാക്കാനും ഹദ് എപ്പോൾ എന്നുള്ളത് മനസ്സിലാക്കാനും. ശിക്ഷാ കോടതി ഹദ് വിധിക്കുന്ന കുറ്റങ്ങൾ മദ്യപാനം, മോഷണം, വ്യഭിചാരാരോപണം, അതേപോലെ ശിക്ഷകൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ പലതുണ്ട്. ഇതൊക്കെയും അൽ ഫവാഹിഷ് അല്ലെങ്കിൽ അൽ ഫഹ്ഷ എന്ന ഗണത്തിൽ വരുന്നവയാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്. സൂ എന്ത്? ഹദ്ദില്ലാത്ത കുറ്റകൃത്യങ്ങളെല്ലാം. ഫഹ്ഷ എന്ത്? ഹദ് പറയപ്പെട്ട കുറ്റകൃത്യങ്ങളെല്ലാം.